മെഡിമിക്സ് ജയശ്രുതി എന്ന പരിപാടി നമുക്ക് സമർപ്പിക്കുന്ന പ്രശസ്ത നിർമ്മാതാവും നാടക ചലച്ചിത്ര നടനും മെഡിമിക്സിൻ്റെ അധിപനുമായ ഏറ്റവും പ്രിയങ്കരനായ AV അനൂപ് കുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. സാറിൻ്റെ ഒരു പടത്തിൽ പാട്ട് എഴുതിയെന്ന് പറഞ്ഞു അല്ലേ? അച്ഛനൊരു വാഴ വെച്ചു എന്ന് ഇദ്ദേഹം നായകനായി അഭിനയിച്ച സിനിമയിൽ സാർ പാട്ട് എഴുതിയിരുന്നു എന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു. അതൊരു ഇൻഫർമേഷനായി. സിനിമാ രംഗത്തും ജയകുമാർ സാറുമായിട്ടുള്ള ബന്ധമുണ്ട്. ഞാൻ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, എന്താണ് അദ്ദേഹത്തെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ്. ഒരു സർക്കാർ തലത്തിൽ ചീഫ് സെക്രട്ടറി സ്ഥാനം വരെ അലങ്കരിച്ച ആ വ്യക്തി, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോഴെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളോട് അദ്ദേഹം കാണിച്ച സ്നേഹം, ബഹുമാനം, അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റേത് കൂടിയായി കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ മറ്റൊരു അവസരത്തിൽ ചെന്നൈയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമയിൽ പാട്ട് എഴുതിയെന്നത് മാത്രമല്ല, മറ്റൊരു അഭിമാനം എനിക്കുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ച ആളാണ്. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറകിലും ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ള എനിക്ക് സന്തോഷമുണ്ട്. സാറിനും സാറിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്നെ മലയാളത്തിലെ ഏറ്റവും ആകർഷിക്കുന്ന വാക്കുകളിലൊന്ന് ലാവണ്യം എന്നുള്ള വാക്കാണ്. സൗന്ദര്യം, അനുഭൂതിയാണ്. ലാവണ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അനുഭൂതിയാണ്. അത് ആ പാട്ട് വളരെ ചുരുക്കം പാട്ടുകളിലെ ലാവണ്യം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളൂ. അത് സാറിൻ്റെ സാറിൻ്റെ ഒരു പാട്ട് എനിക്കും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കാരണം ആദരണീയനായ ശ്രീ AV അനൂപ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലാണ്. ആ വരികളിലൂടെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുതിത്തരാം എന്ന് പറഞ്ഞു. ഈ ട്യൂണിട്ടിട്ട് അങ്ങനെ ഫില്ല് ചെയ്യുന്ന പരിപാടി വേണ്ട, എഴുതിത്തരാം എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂൺ ഇടുമ്പോൾ നമ്മൾ പല ഈണങ്ങൾക്കും പല അളവുകൾ നമ്മൾ പ്രതീക്ഷിക്കും. അതേപോലെ തന്നെ വൈവിധ്യമുള്ള അളവുകളുള്ളൊരു പാട്ടാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംഗീതം ആണ് അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു.